ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ബീൻസ് മെഴുക്കുവരട്ടി വെച്ചാലോ? ബീൻസ് എല്ലാവർക്കും പരിചിതമായ ഒരു പച്ചക്കറിയാണല്ലോ. ഞാൻ 2-3 തരം ബീൻസ് മെഴുക്കുവരട്ടി വെച്ച് നോക്കിയിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബീൻസ് മെഴുക്കുവരട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പോൾ ബീൻസ് ഞാൻ 2 രീതിയിൽ അരിഞ്ഞ് നോക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ട്യൂബ് രീതിയിൽ അരിയും, ഇതുപോലെ ചരിച്ചും കട്ട് ചെയ്യും. പക്ഷേ ഈ ചരിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് നല്ലപോലെ ഉപ്പ് എരിയും പിടിക്കുന്നത്. നമുക്ക് പുഴുവൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് അരിഞ്ഞ് നോക്കണം കേട്ടോ. ബീൻസിൻ്റെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. ഫൈബറുണ്ട്, ഹാർട്ടിന് നല്ലതാണ്, ഡയബറ്റിക്കാർക്ക്, പിന്നെ ഒത്തിരി നമ്മുടെ ക്യാൻസറസ്, ആൻറ്റി ക്യാൻസറസ് ആണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഇത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ക്വാളിറ്റീസ് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കത്തക്ക രീതി നല്ല സ്പെഷ്യലായിട്ടും ടേസ്റ്റി ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരും കഴിച്ചോളും കേട്ടോ. അതിനാണ് ഇപ്പം ഞാൻ ഇത്രയും ബീൻസ്, എനിക്കൊരു 10-30 ബീൻസോളം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും അരിഞ്ഞ് ഇങ്ങനെ സൈഡ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ചേരുവകൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ടാണ്. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നൊക്കെ ചെറിയ ഉള്ളി, എത്രയും ചെറിയ ഉള്ളി എടുക്കാം അത്രയും ചെറിയ ഉള്ളി അരിഞ്ഞ് 4 കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള തേങ്ങാക്കൊത്ത്. പിന്നെ അതിനകത്ത് ഞാൻ 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചില്ലി ഫ്ലേക്സാണ് കേട്ടോ. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അടങ്ങി, ഇത്രയുള്ള മസാലകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അത് പച്ചമുളക് കൂടെ തേങ്ങാക്കൊത്തും പച്ചമുളക് കൂടെ കിടക്കട്ടെ. അത് നമുക്ക് ഒന്ന് വഴറ്റി എടുത്തിട്ട് അടുത്ത ഉള്ളി ഒരു ഇതൊക്കെ നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നല്ല ആട്ടിയ വെളിച്ചെണ്ണ, നല്ല മണമാണ്. അപ്പം നിങ്ങൾ ഇതാദ്യം നമ്മൾ തേങ്ങാക്കൊത്ത് ഓപ്ഷനാണ് കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട. അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളുണ്ടത് ഇനി ചെറിയ ഉള്ളിയാണ്, സ്വല്പം കൂടെ തേങ്ങാക്കൊത്തൊക്കെ ഒരുവിധം മൂത്ത്. അപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളി മൂത്തിട്ട് കൂടെ ഒന്ന് മൂത്ത് വെക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചാണ് ഞാൻ ഉപ്പിട്ട്. അപ്പം നേരെ കറക്റ്റ് അതിനകത്ത് ഈ ഉള്ളിക്കകത്തൊക്കെ പിടിക്കണ്ടേ. ചെറിയ ഉള്ളിക്കകത്തും സവാള വേണമെങ്കിൽ സവാള ഇടാം, പക്ഷെ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇടാം കേട്ടോ. ചെറിയ ഉള്ളി ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഇതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ചെറുതായിട്ടൊക്കെ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇതൊന്ന് നല്ലപോലെ അതിൻ്റെ പച്ചമണം മറന്നുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയുടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മസാല മെയിൻ. എല്ലാ മെഴുക്കുവരട്ടിക്കും ചില്ലി ഫ്ലേക്സ് ഇട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ നമ്മൾ ടിഫിൻ ബോക്സൊക്കെ കൊടുത്തു വിടുമ്പോൾ മെഴുക്കുവരട്ടിയാണ് എപ്പോഴും നല്ലത്. ഈ മുളകിൻ്റെ സ്മെല്ല്. അപ്പോൾ നിങ്ങൾ ഈ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ എരിവ് അനുസരിച്ച് പച്ചമുളക് കൂട്ടാം, ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. സ്പൈസി നല്ലൊരു സ്പൈസസ് വേണവർക്ക് ഇതെല്ലാം കൂട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീൻസ് ഇടാം. അപ്പോൾ ബീൻസ് നമ്മൾ ഈ രീതിയിലൊന്ന് ബീൻസ് അരിഞ്ഞ് നോക്കും. ഇതിലും കനം കുറച്ച് അരിയാം. ഞാൻ പെട്ടെന്ന് ചാപ്പിംഗ് ബോൾ വെച്ചങ്ങ് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞതാണ്. ഇതിൽ നമുക്ക് കനം കുറച്ച് അരിയുമ്പോൾ നമ്മുടെ ഉപ്പ് എരിയൊക്കെ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പുഴുവൊക്കെ ഉണ്ടെന്ന് അറിയുകയും ചെയ്യും. ചില ബീൻസ് ചില സൈഡിൽ കുഴപ്പമില്ലെങ്കിൽ വേറൊരു സൈഡിൽ കേടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചെടുക്കുകയും ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഒരു ചെറിയ തീയിലിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കാം. ഓക്കെ, അടച്ചു വെച്ചേക്കാം. ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ. അടച്ചിട്ടിട്ട് നമ്മൾ വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. എണ്ണയൊക്കെ വറ്റി തുടങ്ങി. അപ്പോൾ വേറെ എണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. തീ വളരെ കുറച്ചിട്ട് ഇതിൻ്റെ ഉപ്പേരിയൊക്കെ നല്ലതുപോലെ പിടിക്കാനും ഇത് വേവാനും വേണ്ടിയിട്ടാണ് അടച്ചിട്ടേക്കുന്നത് കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കണ്ട. ഇത് വളരെ തീ കുറച്ചിട്ട് ഇപ്പം തന്നെ കണ്ടിരുന്ന മസാലകളെല്ലാം ഇതിനകത്തോട്ട് പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം. നമ്മൾ സാധാ ട്യൂബ് പോലെ അരിയുന്നതിനേക്കാളും നല്ലത് ഈ രീതിയിലൊന്ന് അരിയും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് മെഴുക്കുവരട്ടി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്ന് ഒരു പീസ് എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്തോട്ട് മസാലയും ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായി. ഞാനതല്ലേ പറഞ്ഞു, ഞാൻ 2-3 പ്രാവശ്യം രീതിയിൽ
ഞാനിങ്ങനെ ബീൻസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ അരിഞ്ഞതും ചെയ്തതും ടേസ്റ്റ് ആയതും ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ട്യൂബ് പോലെ അരിയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്, നല്ലപോലെ പിന്നെ മൂത്തും വന്നു. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി സെർവ് ചെയ്ത് കണ്ടോ, നല്ല ആവി പറക്കുന്നു. ഇതിലൂടെ നമ്മുടെ ചൂട് ചോറും ഈ ബീൻസ് മെഴുക്കുവരട്ടിയും നെല്ലിക്ക അച്ചാറും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിലൂടെ നോൺ വെജ് ഒന്നും കഴിക്കരുത്, അതാണ് ടേസ്റ്റ്. ചൂട് ചോറും ഈ ചൂട് ബീൻസ് മെഴുക്കുവരട്ടിയും നെല്ലിക്ക അച്ചാറും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാത്തിനകത്ത് ആ ഉപ്പുരിയൊക്കെ പിടിച്ചിട്ടുണ്ട്, വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ബീൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ. അപ്പം എന്താണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.